നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിവെച്ചത് നമ്മൾ ജൂബി ചൗളയുടെ വീട്ടിൻ്റെ മുമ്പിലാണ്. മുംബൈയിലുള്ള മലബാർ ഹിൽസിലുള്ള ജൂബി ചൗളയുടെ വീട്ടിന് മുമ്പിൽ. അവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് നമ്മൾ എത്തിയത് ഒരു വലിയ പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ പേര് കമല നെഹ്റു പാർക്കാണ്. ഏകദേശം 16,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള ഒരു പാർക്കാണെന്നാണ് പറഞ്ഞത്. അത് അത്രയും ഏരിയ ഉണ്ട്. ഇത് ഒരു പാർക്ക് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബൂട്ട് ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വാട്ടർ ടാങ്കുകൾ. ഇതൊരു വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണ് ഉള്ളതെന്ന് പറയുന്നത്. മുംബൈയിലെ മലബാർ ഹിൽസിലേക്കുള്ള വാട്ടറെല്ലാം പോകുന്നത് ഇവിടുന്നാണെന്നാണ് പറയുന്നത്. ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട്. അവർ പക്ഷികൾക്കെല്ലാം തീറ്റയും വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഹാങ്ങിങ് ഗാർഡൻ്റെ ലക്ഷ്യമാക്കി പോയി. ഹാങ്ങിങ് ഗാർഡൻ്റെ താഴോട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മുകളിലോട്ട് കയറണം. വളഞ്ഞ വഴിയാണ്. അങ്ങനെ നല്ല വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ മുംബൈയിലെ കാഴ്ചയൊക്കെ അവിടെ നിന്ന് കണ്ടു. അവിടെ വലിയൊരു ബൈനോക്കുലറും വെച്ചിട്ടുണ്ട്, 3-4 വെച്ചിട്ടുണ്ട്. അതിൽ കൂടി നോക്കിയാൽ നമുക്ക് മുംബൈയിലെ ആ ഒരു സൈഡിലെ ഫുള്ള് വ്യൂസ് കാണാം. തൊട്ടടുത്ത് പക്ഷികളെ കാണാം. ഒരുപാട് കാഴ്ചകൾ അതിൽ കുറേ സമയം നോക്കി നിന്നാൽ കാണാം. അവിടുന്ന് ഞങ്ങൾ തൊട്ട് താഴെയുള്ള ബൂട്ട് ഹൗസിലേക്ക് പോയി. ഇതാണ് ബൂട്ട് ഹൗസ്. ബൂട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ബീച്ചിലേക്കാണ് പോയത്. ഷാറൂഖ് ഖാൻ്റെ മുമ്പിലുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ചിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ പൂഴി മണലല്ല, പാറയാണ്. പാറ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പറഞ്ഞൊക്കെ ഉരുന്തിട്ട് വീണറും അങ്ങനത്തെ ഭയങ്കരം പാവി പിടിച്ച പാറ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഭയങ്കര ആൾക്കാരെല്ലാം വന്നിരിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരം വന്നിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഇപ്പം ആ റോഡിൻ്റെ സൈഡ് കാണുന്ന വീടാണ് ഷാറൂഖ് ഖാൻ്റെ. അത് നീല കാണുന്നത്. അതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ വീട്ടിന് മുമ്പിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് CST ആണ്. CST എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ഒരു വലിയ ബിൽഡിങ്ങുള്ള സ്ഥലമാണ്. പഴയ ഛത്രപതി ശിവാജി ടെർമിനലാണത്. അപ്പോൾ ഞങ്ങൾ ഛത്രപതി ശിവാജി ടെർമിനലിൻ്റെ അവിടെ പോയി. അവിടുത്തെ കാഴ്ചകൾ നല്ല അടിപൊളി. അന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബിൽഡിങ്ങെല്ലാം കാണേണ്ടതാണ്. അവിടുന്ന് ഞങ്ങൾ ഛത്രപതി ശിവാജി ടെർമിനലിന് നേരെ പോയത് ക്രോഫർ മാർക്കറ്റിലേക്കാണ്. ക്രോഫർ മാർക്കറ്റ് പറഞ്ഞാൽ വലിയ മാർക്കറ്റ്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് നടന്നിട്ട് തീർന്നിട്ടില്ല. പോപ്പറ്റ് മാർക്കറ്റ് ഉണ്ട്. ക്രോഫർ മാർക്കറ്റിൻ്റെ ഇഷ്ടം പോലെ ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ചെറിയ വിലക്ക് കിട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യയും അതേപോലെ താജ് ഹോട്ടലുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുന്ന് അടുത്ത വീഡിയോയിൽ അത് കാണാം. താങ്ക്